നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ വിഷുഫലത്തെ പറയുന്നത് ചിങ്ങക്കൂറുകാരെ കുറിച്ചിട്ടാണ്. ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങളിലെ ഉള്ള ആ രാശിക്കാരെ ആണ് കൂടുതലായിട്ട് ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ചിങ്ങൻ രാശിയിൽ പെടുന്ന മകവും പൂരവും ഉത്രത്തിന്റെ കാൽഭാഗവും ആണ് ഈ ചിങ്ങക്കൂറിൽ പെടുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അഷ്ടമത്തിലെ 7ാം ഭാവത്തിൽ തന്നെ രാഹുവും അഷ്ടമത്തിൽ ശനീശ്വരനും പോയി നിൽക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ. പക്ഷെ എന്നാലും അവർക്ക് വ്യാഴം അനുകൂലാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വർഷം ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഗുണത്തിനും ദോഷത്തിനും പകുതി ഏറ്റവും കൂടുതൽ ദോഷാനുഭവങ്ങൾ ആണ് കൂടുതൽ ഇതിൽ വരുന്നത്. വെച്ചാൽ വ്യാഴത്തിന്റെ മാറ്റം 12ലേക്കാണ് വരുന്നത്. 12 നമ്മൾ ഇത്രയും നാളൊരു ഫ്ലോയിലാണ് നമ്മുടെ കർമ്മങ്ങൾ കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഇത്തിരി ദോഷങ്ങളാണ് ഈ ഒരു വിഷുഫലം ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിങ്ങ രാശിയിൽ പെടുന്ന ഈ നക്ഷത്രക്കാര് വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കുക. എന്താ വെച്ചാൽ 12ാം ഭാവം മോക്ഷസ്ഥാനാണ്. നമുക്ക് ഉച്ച രാശിയിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും മോക്ഷസ്ഥാനാണ്. പക്ഷെ എല്ലാം വരുന്നത് പോലെ വരട്ടെ എന്നൊക്കെ നിശ്ചയിച്ച് നമുക്ക് ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങളോ പോകാൻ പറ്റില്ല. അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവര് സാമ്പത്തികമായ ഇടപാടുകൾ നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. എന്താ വെച്ചാൽ പെട്ടെന്നൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാതെ ആലോചിച്ച് 2 ദിവസമൊക്കെ ഇരുന്ന് ആലോചിച്ച് വീട്ടിലൊക്കെ സംസാരിച്ചതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ 12ൽ വ്യാഴം വരുമ്പോൾ ജൂലൈ മുതൽ നിങ്ങൾക്കൊരു മാറ്റാണ് വരുന്നത്. അപ്പൊ വലിയ തടസ്സങ്ങളാണ് അതവിടെ. അപ്പോൾ ഭൂമിയോ മറ്റുള്ള കച്ചവടങ്ങളോ അതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് അവിടെ പെട്ടുകിടന്നാൽ നമ്മളവിടെ കിടന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം 2 ദിവസം ഇരുന്ന് ആലോചിച്ചിട്ട് ആൻസർ പറയാന്നുള്ള തീരുമാനത്തിലെത്തണം. അതുപോലെ തന്നെ ഈ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് ശനീശ്വരൻ. ആ ശനീശ്വരൻ മാറുന്നില്ല ഈ ഒരു വർഷം. അപ്പോൾ ആ ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാലുവേദനകളാണ് ഏറ്റവും കൂടുതൽ. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് ശനീശ്വരൻ തരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ധന്വന്തരി ക്ഷേത്രത്തിൽ പോവാം. ധന്വന്തരി ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. പിന്നെ രാഹു 7 രാഹു നിൽക്കുന്നുണ്ട്. അപ്പൊ രാഹുവിന് എന്താണ് ധർമ്മദൈവങ്ങൾ ഉണ്ടെങ്കിൽ രാഹു പൂജ ചെയ്യാം. അവിടെ നാഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് രാഹു പൂജ ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചിങ്ങമാണ്, സിംഹരാശിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പുറത്തേക്കൊക്കെ കുട്ടികൾ പോയി വിദേശവാസത്തിന് അതൊക്കെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം. സാമ്പത്തികത്തിന് നിങ്ങൾ ആദ്യം അഡ്വാൻസ് ചെയ്ത് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. രോഗദുരിതങ്ങളെ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അതെന്ന് വെച്ചാൽ ഈ വർഷം എത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാലും പിന്നെയും രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആശുപത്രിയിൽ കൂടുതൽ പോയി വരുന്ന ഒരു സമ്പ്രദായം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. പിന്നെ ദേവീ ക്ഷേത്രവുമായിട്ട് എന്നും വെളുത്ത പൂക്കൾ തിങ്കളാഴ്ച ദിവസം വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. നമുക്കൊരു സ്വസ്ഥതയും സമാധാനത്തിലൂടെയും പോവാനാണ് അതങ്ങനെ പറയുന്നത്. പിന്നെ വിവാഹ തടസ്സങ്ങളോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു പൂജ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അത് വെളുത്ത പൂക്കൾ കൊണ്ട് വെറുതെ ഒരു പൂജയല്ല, സ്വയംവരാർച്ചന ചെയ്യണം. സ്വയംവരാർച്ചന ചെയ്യുന്നതാണ് ഏറ്റവുമായിട്ട് ഉത്തമമായിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഈ ചിങ്ങക്കൂറുകാര് ഗുണവും ദോഷവും സമ്മിശ്രമായ ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കി വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. ശനീശ്വരനെ കറുത്ത വസ്ത്രത്തിൽ കറുത്ത ഉഴുന്ന് വെച്ചിട്ട് സമർപ്പിക്കാം. കറുത്ത ഉഴുന്ന് ഏറ്റവും നല്ലതാണ്. പിന്നെ ശനീശ്വരനെ നമ്മൾ വീട്ടിൽ തന്നെ എള്ളൊക്കെ വെച്ച് ഒരു എള്ള് പായസം ഉണ്ടാക്കി കാക്കയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ ഈ ഒരു വർഷം നല്ലൊരു ഫലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും.